Piaget's theory of cognitive development. CDPO എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പിക്കാണ് Piaget's theory of cognitive development. ആൻഡ് ഡിഗ്രി സിലബസിലും ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് Piaget's theory of cognitive development. നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ജീൻ വില്യം ഫ്രിഡ്സ് പിയാഷെ, ഇതാണ് പിയാഷെയുടെ ഫുൾ നെയിം. ജീൻ വില്യം ഫ്രിഡ്സ് പിയാഷെ, പിയാഷെ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇദ്ദേഹം ഒരു സ്വിസ് കൊഗ്നിറ്റീവ് തിയറിസ്റ്റാണ്. അദ്ദേഹം 9th August 1896 ജനിച്ചു. ആൻഡ് സെപ്റ്റംബർ 16 1980 സെപ്റ്റംബർ 16 അദ്ദേഹം മരിച്ചു. ആൻഡ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ സുവോളജിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് സ്വിസ് കൊഗ്നിറ്റീവ് തിയറിസ്റ്റ് ആയിരുന്ന അദ്ദേഹം സുവോളജിയിലെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ബയോളജിക്കൽ ഫ്ലേവറുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. സോ ഈ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ഇൻഫൻറ്റ്സ് ഡു നോട്ട് സ്റ്റാർട്ട് ഔട്ട് ആസ് കൊഗ്നിറ്റീവ് ബീയിങ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ദ ബിൽഡ് ആൻഡ് റിഫൈൻ സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ്. According to Piaget, human infants do not start out as a cognitive being. കോഗ്നിറ്റീവ് ബീയിങ്സ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നില്ല. അതിന് പകരം നമ്മൾ നമ്മുടെ ലൈഫ് ചെയ്യുന്നത് ദേ ബിൽഡ് ആൻഡ് റിഫൈൻ സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ്. നമ്മൾ സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുകയും ആ സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സിനെ റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബീയിങ്സ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. സോ ഇവിടെ യൂസിങ് കറൻറ്റ് സ്ട്രക്ചേഴ്സ് ടു സിലക്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് എക്സ്പീരിയൻസസ്. കറൻറ്റ് സ്ട്രക്ചേഴ്സ്, ഈ ഒരു സൈക്കോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, എക്സ്പീരിയൻസസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. ആൻഡ് ചിൽഡ്രൻ ഡെവലപ്പ് ദീസ് സ്ട്രക്ചേഴ്സ് ആക്റ്റീവ്ലി. Okay, by using the cognitive structure, by using the psychological structure, അതായത് സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുകയും റിഫൈൻ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ എക്സ്പീരിയൻസിനെ നമ്മൾ സിലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ആൻഡ് എക്സ്പീരിയൻസിനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ ഒരു സ്ട്രക്ചേഴ്സ് ആക്റ്റീവായിക്കൊണ്ട് ഇങ്ങനെ കുട്ടികളുടെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. And his theory is described as a constructivist approach to cognitive development. Because എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബിൽഡ് എന്നുള്ള അർത്ഥമല്ലേ. സോ ഇതിവിടെ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് നമ്മളിതിനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി അറിയപ്പെടുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് പിയാഷെ വ്യൂഡ് ചിൽഡ്രൻ ആസ് ഡിസ്കവറിങ് ഓർ കൺസ്ട്രക്റ്റിംഗ് all knowledge about their world through their own activity. According to Jean Piaget's theory of cognitive development, children move through 4 different stages of mental development. According to Jean Piaget's theory of cognitive development, children move through 4 different stages, and his theory focuses on understanding how children acquire knowledge and the nature of ഇൻ്റലിജൻസ്. ഹൗ ചിൽഡ്രൻ, ഇവിടെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് കുട്ടികൾ അവരുടെ നോളജ് അക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഒരു നാച്ചർ ഓഫ് ഇൻ്റലിജൻസ് അവർ അക്വയർ ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 4 different stages ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ആ സ്റ്റേജസ് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ 4 stages. ദ ഫസ്റ്റ് വൺ ഈസ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ബർത്ത് ടു 2 years ആണ് സെൻസറി മോട്ടോർ സ്റ്റേജസ് പറയുന്നത്. ആൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏജസ് 2 to 7. ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏജസ് 7 to 11. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏജസ് 12 and up. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 4 stages ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, concrete operational stage and formal operational stage. Sensory motor stage, pre-operational stage, concrete operational stage, and fourth one is formal operational stage. Sensory,
pre-operational, concrete, and formal operational. Okay, so sensory motor stage is birth to 2 years. Birth to അതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത് birth to 2 years വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ആൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പം ഏജസ് ടു 2 to 7 ആണ്. ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏജസ് 7 to 11 ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏജസ് 12 and up ആണ്. During the stages, the infant's exploratory behaviors transform into the abstract logical intelligence of adolescence and adulthood. ഈ ഒരു 4 ഘട്ടങ്ങളിലൂടെ 4 സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ ലൈഫ് കടന്നു പോകുമ്പോഴാണ് ഈ മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ 4 സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് കുട്ടികളിൽ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഇൻ്റലിജൻസ് അഡോളസൻസും അഡൾട്ട്ഹുഡിലൊക്കെ കാണുന്ന അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഇൻ്റലിജൻസ് ഫോം ചെയ്യുന്നത്. ദെൻ അടുത്തത് ദ പിയാഷെ സ്റ്റേജ് സീക്വൻസസ് 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പിയാഷെ സ്റ്റേജ് സീക്വൻസിന് 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ സേസ് ദ സ്റ്റേജസ് പ്രൊവൈഡ് എ ജനറൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. ദ സ്റ്റേജസ് പ്രൊവൈഡ് എ ജനറൽ തിയറി ഓഫ് ദ 4 stages provide a general theory of development, and in this general theory, all aspects of the cognition change in an integrated fashion. All aspects of cognition change in an integrated fashion. എല്ലാ ആസ്പെക്ട്സും കോഗ്നിഷൻ ചേഞ്ചിലുള്ള എല്ലാ ആസ്പെക്ട്സും അവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാഷനിൽ അവിടെ കാണാമെന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സ്റ്റേജസ് ആർ ഇൻവാരിയൻറ്റ്. It always occur in a fixed order, but no stage can be skipped. Invariant എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേജസും അവിടെ വേരിയൻ്റ് അല്ല, അവിടെ എന്താണ് അത് ഫിക്സ്ഡ് ആണ്. ഓരോ സ്റ്റേജസും എപ്പോഴും അത് ഫിക്സ്ഡ് ഓർഡറിലാണ് വരുന്നത്. ആദ്യത്തെ സെൻസറി മോട്ടോർ കഴിയാതെ ഫോർമൽ ഓപ്പറേഷണൽ വരില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു 4 സ്റ്റേജസും കടന്നു പോകുന്ന സമയത്ത് ഒന്ന് കഴിയാതെ ഒന്ന് വരില്ല. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഓരോ സ്റ്റേജിലൂടെയും കുട്ടി കടന്നു പോകുന്നുള്ളത് ഇത് ഓൾവേസ് ഒക്കർ ഇൻ എ ഫിക്സ്ഡ് ഓർഡർ ആൻഡ് നോ സ്റ്റേജ് ക്യാൻ ബി സ്കിപ്ഡ്. ആൻഡ് ഫോർത്ത് വൺ ഇത് സ്റ്റേജസ് ആർ യൂണിവേഴ്സൽ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്റ്റേജസ് ആർ യൂണിവേഴ്സൽ. ദേ ആർ അസ്യൂംഡ് ടു ക്യാരക്ടറൈസ് ചിൽഡ്രൻ എവ്രിവെയർ. അടുത്തത് പറയുന്നത് ഈ ഓരോ സ്റ്റേജസും യൂണിവേഴ്സൽ സ്റ്റേജസ് ആണ്. ആൻഡ് ഈ യൂണിവേഴ്സൽ സ്റ്റേജസ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ദേ അസ്യൂം ടു ക്യാരക്ടറൈസ് ചിൽഡ്രൻ എവ്രിവെയർ. എല്ലായിടത്തുള്ള ഈ നമ്മുടെ വേൾഡിൽ എവിടെയുള്ള കുട്ടികളിൽ ഈ 4 സ്റ്റേജസും നമുക്ക് കാണാം. അതാണ് യൂണിവേഴ്സൽ എന്ന് പറയാൻ തന്നെ കാര്യം അതാണ്. അത് ഇവിടെ ഈ യൂണിവേഴ്സിൽ എവിടെയുള്ള കുട്ടികളും ഈ 4 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സൽ എന്ന ടേമിലൂടെ നമ്മളിത് പറയാനുള്ള കാര്യം. Then next, the Piaget regarded the order of development as rooted in the biology of human brain and emphasized that individual differences in genetic and environmental factors affect the speed with which children move through the stages. ആൻഡ് അടുത്തൊരു പോയിന്റിൽ പറഞ്ഞത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവിടെ എംഫസൈസ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലുണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അത് എത്ര വേഗത്തിൽ ഓരോ സ്റ്റേജിലൂടെയും ഒരു കുട്ടി കടന്നു പോകും, എത്ര വേഗത്തിലാണ് ഓരോ സ്റ്റേജിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യുന്നത്, ഇതൊക്കെ ആ കുട്ടിയുടെ ജനറ്റിക് ഫാക്ടേഴ്സിനെയും ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നും കൂടി അവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ദ ഓർഡർ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ ബയോളജിയിൽ റൂട്ടഡ് ആണ് എന്ന് പറയാനുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണ് പിയാഷെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹ്യൂമൻ ബ്രെയിൻ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലേവറിലൂടെയാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ്, പിയാഷെസ് തിയറിയിൽ പിയാഷെയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് സ്റ്റേജസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ചില പോയിൻറ്റ്സ്, ചില ഐഡിയാസ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്കീംസ് എന്ന് പറയുന്നത്. സ്കീംസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പിയാഷെ എ സ്പെസിഫിക് സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ് വിച്ച് ചേഞ്ച് വിത്ത് ഏജ്. സ്കീം എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് സ്പെസിഫിക്, നമ്മൾ മെൻ്റൽ ഫ്രെയിം എന്ന സ്കീമിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ പിയാഷെ അതിനെ പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് സൈക്കോളജിക്കൽ സ്ട്രക്ചർ വിച്ച് ചേഞ്ച് വിത്ത് ഏജ്. നമ്മുടെ ഏജിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന സൈക്കോളജിക്കൽ സ്ട്രക്ചറാണ്, സ്പെസിഫിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രക്ചറാണ് നമ്മൾ സ്കീം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ദാറ്റ് കണ്ടെയ്ൻസ് എൻ ഓർഗനൈസ്ഡ് പ്ലാൻ ഫോർ ആൻ ആക്ടിവിറ്റി. അപ്പോൾ എന്തൊരു ആക്ടിവിറ്റി ആണെങ്കിലും അതിനൊരു ഓർഗനൈസ്ഡ് ഫ്രെയിം, ഒരു ഫ്രെയിം അതിനുണ്ടാവുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ സ്കീം എന്ന് പറയുന്നത്. സോ സ്കീം എന്ന് പറയുമ്പോൾ അറ്റ് ഫസ്റ്റ് സ്കീംസ് ആർ
സെൻസറി മോട്ടോർ ആക്ഷൻ പാറ്റേൺ. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ സ്കീംസ് എന്ന് പറയുമ്പോൾ ഒരു സെൻസറി മോട്ടോർ ആക്ഷൻ പാറ്റേൺസിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ കുട്ടി എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ ഒബ്ജക്ട്സിൻ്റെ താഴെ ഇടുന്നുണ്ടാവും, ഇങ്ങനെ ചെയ്യും. അതായത് ഒരു ഡ്രോപ്പിംഗ് സ്കീം നമ്മൾ ആ കുട്ടികളിൽ കണ്ടു പിടിച്ച് അതിന് താഴെ ഇട്ട് അങ്ങനെ നമുക്ക് കാണാം. സ്വാഭാവികമായിട്ട് നമുക്ക് കുട്ടികളിൽ കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഒരു 18 മാസമൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും കുട്ടി കുറച്ചും കൂടി വ്യത്യാസം വന്നു. അപ്പോൾ അവിടെ അറിയാതെ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യം 18 മാസമൊക്കെ ആവുന്ന സമയത്ത് കുട്ടിയിൽ നിന്ന് അറിയാതെ എല്ലാവരും മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് എടുക്കുന്നു, അങ്ങോട്ട് എറിയുന്നു, ഇടുന്നു, അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ചിലപ്പോൾ വല്ല ബെഞ്ചിലോ അല്ലെങ്കിൽ സോഫയിലോ ഒക്കെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് താഴേക്ക് ഇടുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അടുത്തതാകുമ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതായത് ഡ്രോപ്പിംഗ് സ്കീം എന്ന് പറയുന്നത് ആദ്യം വെറുതെ കാണിച്ചു, പിന്നെ അത് അറിയാതെ കയ്യിൽ ഡ്രോപ്പ് ചെയ്ത് പോകുന്നതായിരുന്നു, പിന്നെ കയ്യിൽ റിലീസ് ചെയ്ത് പോവുകയാണ് ഒബ്ജക്ട്സ്. അപ്പോൾ ആ ഒരു ഡ്രോപ്പിംഗ് സ്കീം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെലിബറേറ്റ് ആയിട്ട് അവർ അറിഞ്ഞുകൊണ്ട് താഴത്തേക്ക് ഇടുന്ന ഒരു രീതിയിലേക്ക് അവർ അടുത്തൊരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ആക്ടിങ് പാറ്റേൺ ഇതിന് പകരമായിട്ട് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് നടക്കുന്ന സമയത്ത് അവരിൽ കുറച്ചും കൂടി അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവർ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് തിങ്ക് ചെയ്തിട്ട് അവർ ആക്ട് ചെയ്യുന്നതായിട്ട് അടുത്തൊരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തൊരു സ്റ്റേജിൽ അവരൊന്നും ചിന്തിക്കും, അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവരൊന്ന് ചിന്തിച്ചിട്ട് അടുത്തൊരു പോയിന്റിൽ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അവരെന്ത് ചെയ്യണം, എങ്ങോട്ടാണ് ഇടേണ്ടത് എന്ന് നോക്കിയിട്ട് അവരിടും, എന്നിട്ട് നമ്മളത് എടുത്തു കൊടുക്കും. ഇങ്ങനെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. സോ for Piaget, this change marks the transition from a sensory motor approach to cognitive approach based on mental representation. So Piaget പറയുന്നത് ആൻഡ് ദ ചേഞ്ച്, അതായത് ആദ്യം ഒരു ഡ്രോപ്പിംഗ് സ്കീം എന്ന് പറയുന്നത് അത്രത്തോളം ഡെലിബറേറ്റ് ആയിരുന്നില്ല. ആ ഒരു സ്റ്റേജിൽ നിന്ന് അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാറാൻ കാര്യം ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ അപ്രോച്ചിൽ നിന്ന് ഒരു കോഗ്നിറ്റീവ് അപ്രോച്ചിലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് മെൻ്റൽ റെപ്രസെൻറ്റേഷൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ മെൻ്റൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, സ്കീം എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള മെൻ്റൽ റെപ്രസെൻറ്റേഷൻസ് ആണ് ഇമേജസ് എന്ന് പറയുന്നത്, കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ ഇമേജസ് എന്ന് പറയുമ്പോൾ most powerful mental representations are images, concepts and categories in which similar objects or events are grouped together. സോ ഇവിടെ ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻ്റൽ പിക്ചേഴ്സാണ്. അത് ഇമേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾ, നമുക്ക് നമ്മുടെ മുന്നിലുള്ള സ്പേസസ്, അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഒരു മെൻ്റൽ പിക്ചേഴ്സാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു മെൻ്റൽ പിക്ചറാണ് ഇമേജസ് എന്നതുകൊണ്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറീസ്, കോൺസെപ്റ്റ്സിനെ നമ്മൾ പിന്നെ ഓരോ കോൺസെപ്റ്റ്സ് ഇത് ഇന്നതാണ്, ഇന്ന ആശയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു കോൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്തും അതിൻ്റെ സിമിലാരിറ്റിയുടെ ബേസിൽ ആ ഒബ്ജക്ട്സിൻ്റെയോ അല്ലെങ്കിൽ ആ ഇവൻറ്റ്സിൻ്റെയോ സിമിലാരിറ്റിയുടെ ബേസിൽ നമ്മൾ ചിലപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് മോസ്റ്റ് പവർഫുൾ മെൻ്റൽ റെപ്രസെൻറ്റേഷൻസ് ആയിട്ട് ഇമേജസിനെയും കോൺസെപ്റ്റ്സിനെയും കാറ്റഗറീസിനെയും പറയാം. ആൻഡ് ഇവിടെ വരുന്ന 2 പോയിൻറ്റ്സും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 പ്രോസസ്സസാണ്. പിയാഷെയുടെ തിയറിയിൽ വരുന്ന 2 പ്രോസസ്സാണ്. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജസിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേഷണൽ സ്കീമിലേക്ക് വരുന്ന ഒരു ചേഞ്ച്. ഈ ഒരു ചേഞ്ചിൽ നമ്മൾ പറയുന്നത് ഒരു റെപ്രസെൻറ്റേഷൻസ് സ്കീംസിലേക്ക് ഒരു ഫർദർ ചേഞ്ചസ് റെപ്രസെൻറ്റേഷൻ സ്കീംസിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് ഒരു ഫർദർ റെപ്രസെൻറ്റേഷൻ സ്കീംസ് ഉണ്ടാവുക എന്ന് പറയുന്നത് 2 പ്രോസസ്സിലൂടെയാണ്. ആ 2 പ്രോസസ്സാണ് അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പിയാഷെയുടെ തിയറിയിൽ അദ്ദേഹം പറയുന്നു നമ്മുടെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നിന്ന് റെപ്രസെൻറ്റേഷണൽ സ്റ്റേജിലേക്കും അതുപോലെ തന്നെ നമ്മളൊരു ഫർദർ ചേഞ്ചസ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ സ്കീംസിന് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്കുള്ള
ഒരു ഫർദർ ചേഞ്ചസ് വരിക എന്ന് പറയുന്നത് അത് നടക്കുന്നത് രണ്ട് പ്രോസസ്സിലൂടെയാണ്. ആ 2 പ്രോസസ്സസ് അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ദീസ് ആർ ദ 2 പ്രോസസ്സസ് വിച്ച് ആർ അക്കൗണ്ട് ഫോർ ദി ചേഞ്ചസ് ഫ്രം സെൻസറി മോട്ടോർ ടു റെപ്രസെൻറ്റേഷണൽ സ്കീംസ്. സോ എന്തൊക്കെയാണ് ഈ ഒരു കാര്യം പറയുന്നത് നമുക്ക് നോക്കാം. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വിച്ച് ഇൻവോൾവ്സ് ബിൽഡിംഗ് സ്കീംസ് ത്രൂ ഡിറക്റ്റ് ഇൻറ്ററാക്ഷൻ വിത്ത് ദി Adaptation involves building schemes through direct interaction with the environment. അവിടെ അഡാപ്റ്റേഷൻ എന്നൊരു ടേം കൊണ്ട് നമ്മളോട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ തന്നെ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഡിറക്റ്റ് ഇൻറ്ററാക്ഷൻ, നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഡിറക്റ്റ് ഇൻറ്ററാക്ഷൻ ആയിട്ട് നമുക്ക് ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഒരു സ്കീം നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇത് ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് നമ്മളൊരു സ്കീം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കീമ ഡെവലപ്പ് ചെയ്യും. ആ സ്കീമയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് 2 കോംപ്ലിമെൻ്ററി ആക്ടിവിറ്റീസ് അഡാപ്റ്റേഷനിലുണ്ട് എന്ന് നമ്മൾ പറയും. സോ അഡാപ്റ്റേഷൻ കൺസിസ്റ്റ് ഓഫ് 2 കോംപ്ലിമെൻ്ററി ആക്ടിവിറ്റീസ് വിച്ച് ആർ അസിമിലേഷൻ ആൻഡ് adaptation. You can see here assimilation and adaptation ആണ് ആ 2 പ്രോസസ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ അസിമിലേഷൻ യൂസ് കറൻറ്റ് സ്കീമാസ് ടു ഇൻ്റർപ്രറ്റ് ദ എക്സ്റ്റേണൽ വേൾഡ്. അസിമിലേഷൻ എന്ന് പറയുന്നത് കറൻറ്റ് സ്കീമ യൂസ് ദി കറൻറ്റ് സ്കീമാസ് ടു ഇൻ്റർപ്രറ്റ് ദി എക്സ്റ്റേണൽ വേൾഡ്. ഇപ്പോൾ ഉള്ള നമ്മളിൽ ഓൾറെഡി ഉള്ള മെൻ്റൽ റെപ്രസെൻറ്റേഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ആ സ്കീമ എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് അടുത്തൊരു സ്റ്റേജിൽ പറയുന്നത് അക്കമഡേഷനാണ്. അക്കമഡേഷൻ എന്ന് പറയുമ്പം അവിടെ നമ്മൾ ന്യൂ സ്കീമ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഓർ അഡ്ജസ്റ്റ് ഓൾഡ് വൺസ് ആഫ്റ്റർ നോട്ടീസിങ് ദാറ്റ് അവർ കറൻറ്റ് വേ ഓഫ് തിങ്കിങ് ഡസ് നോട്ട് ക്യാപ്ചർ ദി എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ്ലി. നമ്മുടെ ഒരു കറൻറ്റ് സ്കീമ ഈ എൻവയോൺമെൻറ്റിനെ കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്കീം, ഒരു പുതിയ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് അക്കമഡേഷൻ എന്നൊരു ടേം കൊണ്ട് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നമ്മളിപ്പം കുട്ടികളെ കൊണ്ടിട്ട് ഒരു സൂവിലോ നമ്മൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി ആ കുട്ടിക്ക് ഒരു സൂവിലൊരു ഒട്ടകത്തിനെ കാണുകയാണ്. അപ്പോൾ ഒട്ടകത്തിനെ കണ്ടിട്ട് ആ കുട്ടി ചിലപ്പം പറയുന്നുണ്ടാവുക ഹോസ് എന്നായിരിക്കും ആ കുട്ടി വിളിച്ചിട്ടുണ്ടാവുക. കാരണം കുട്ടിയുടെ ഉള്ളിലുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, മെൻ്റൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഹോസിൻ്റേതാണ്. അത് ഒട്ടകമാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, അസിമിലേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അവിടെ അവനെ എന്ത് ചെയ്യുക, അവൻ്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റൽ സ്കീമയ്ക്ക് അനുസരിച്ചുകൊണ്ട് ആ സ്ട്രേഞ്ച് ലുക്കിംഗ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിനെ അവർ കാണുകയാണ്. ഇനി അക്കമഡേഷൻ എന്ന് പറയുമ്പോൾ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ അക്കമഡേഷൻ എന്താണെന്ന് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കമഡേഷൻ ആവുന്ന സമയത്ത് ഇവിടെ ആ കുട്ടി കുറച്ചും കൂടി അടുത്തൊരു ഇതിലേക്ക് വരുന്ന സമയത്ത് അവനുള്ള നോളജ് അല്ലാതെ പുതിയൊരു നോളജ് അവനവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ക്യാമൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒട്ടകം എന്ന് പറയുന്നതിന് പകരം ഒരു ലംപി ഹോസ് എന്ന രീതിയിൽ പറയുകയാണ്. ഹോസിൻ്റെ തന്നെ ഹോസ് അല്ല, പക്ഷേ ഹോസിനെക്കാട്ടിയും വലിയൊരു ഹോസാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു ഹോസാണ്, ഇല്ല ഇങ്ങനെയുള്ളൊരു ലംപി ആയിട്ടുള്ളൊരു ഹോസാണ്, ഇങ്ങനെയൊരു സ്ട്രക്ചറുള്ളൊരു ഹോസാണ് എന്ന രീതിയിൽ അതിനെ മാറ്റി. മറ്റത് പ്യുവറായിട്ട് അതിനെ ഹോസ് എന്ന രീതി മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ഡിഫറൻസ്, ഹോസും ക്യാമലും തമ്മിലുള്ള ഡിഫറൻസ് അവൻ നോട്ടീസ് ചെയ്തിട്ട് അതൊരു പുതിയ സ്കീം അവിടെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ സ്കീമ ഡെവലപ്പ് ചെയ്തിട്ട് ആദ്യം ഉള്ളതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യുമ്പോൾ, എൻവയോൺമെൻറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പം അവിടെ അക്കമഡേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. അതേസമയം കറൻറ്റ് സ്കീമ യൂസ് ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ വേൾഡിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അസിമിലേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. ഇനി പിയാഷെ പറയുന്നത്, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, ദ ബാലൻസ് ബിറ്റ്വീൻ assimilation accommodation varies over time. Assimilation and the balance between the assimilation and accommodation varies over time. When children are not much, they assimilate more than they accommodate, a steady comfortable state of Piaget called cognitive equilibrium. That means ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർ
അക്കമഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് അവർക്ക് അസിമിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് വരും. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് നമ്മുടെ ഉള്ളിൽ നമുക്ക് വരുന്ന ഒരു ഇവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കംഫർട്ടബിൾ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പോവുകയാണ്. അതായത് ഒരു ഇക്ലിബ്രിയം അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് ഇക്ലിബ്രിയം എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അസിമിലേഷനും അക്കമഡേഷനും ഒക്കെ നടക്കുമ്പോൾ ചിൽഡ്രൻ ആർ നോട്ട് ചേഞ്ചിങ് മച്ച്. അത്രത്തോളം അവർ ചേഞ്ച് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യുകയാണ്, ദേ അസിമിലേറ്റ് മോർ ദാൻ ദേ അക്കമഡേറ്റ്. അവർ അക്കമഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഉള്ള നോളജിനെ അവർ യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പം അവിടെ എന്ത് സംഭവിക്കും, കോഗ്നിറ്റീവ് ഇക്ലിബ്രിയമാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ഒരു റാപ്പിഡായിട്ടുള്ളൊരു കോഗ്നിറ്റീവ് ചേഞ്ച് അവരിൽ ഉണ്ടാവുന്നതായിരിക്കും. വളരെ റാപ്പിഡായിട്ടൊരു കോഗ്നിറ്റീവ് ചേഞ്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കൊരു ഡിസെക്വിലിബ്രിയം വരും. കാരണം അവർക്ക് പെട്ടെന്നാണ് ഒരു കോഗ്നിറ്റീവ് ചേഞ്ച് വന്നത്. അപ്പോൾ അവർക്കൊരു ഡിസെക്വിലിബ്രിയം വരും. കാരണം അവർ മനസ്സിലാക്കിയിട്ടുള്ള അവർ പുതിയതായിട്ട് വന്നിട്ടുള്ള നോളജിനെ അവർക്ക് എന്ത് ചെയ്യണം, അതിനെ അവർ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഡിസെക്വിലിബ്രിയം അവിടെ ഫോം ചെയ്യുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്കംഫർട്ട് അവർക്ക് അവിടെ തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ കോഗ്നിറ്റീവ് ഇക്ലിബ്രിയം എന്ന് നമുക്ക് കംഫർട്ടബിൾ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഇക്ലിബ്രിയം വരണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ അധികം ലേൺ ചെയ്യാതെ, അതായത് കൂടുതൽ ലേൺ ചെയ്യാതെ അസിമിലേറ്റ് ചെയ്യുകയാണ്. അക്കമഡേഷൻ ചെയ്യുന്നതിനെക്കാട്ടും അസിമിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇക്ലിബ്രിയം ഉണ്ട്. ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് ഇക്ലിബ്രിയം. അതേസമയം റാപ്പിഡായിട്ടുള്ള കോഗ്നിറ്റീവ് ചേഞ്ചസ് വരുന്നുവെങ്കിൽ അവിടെ ഒരു ഡിസെക്ലിബ്രിയമാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ഡിസ്കംഫർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്കീമ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. സ്കീമയെ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് സ്കീമയിൽ നമ്മൾ കോൺസെപ്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇമേജസ് ഉണ്ട്, അതുപോലെ കാറ്റഗറീസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മളിൽ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജസിൽ നിന്ന് റെപ്രസെൻറ്റേഷണൽ സ്കീമയിലേക്ക് ഒരു ചേഞ്ചസ് നടക്കുക എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സിലൂടെയാണ്. ഒന്ന് അഡാപ്റ്റേഷനാണ്, രണ്ടാമത്തത് ഓർഗനൈസേഷനാണ്. ആൻഡ് വി ആർ നൗ ടോക്കിംഗ് അബൌട്ട് ദി അഡാപ്റ്റേഷൻ. ആൻഡ് അഡാപ്റ്റേഷൻ എന്നൊരു പ്രോസസ്സിൽ നമ്മൾ രണ്ട് ആക്ടിവിറ്റീസാണ്, നമ്മൾ 2 കോംപ്ലിമെൻ്ററി ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ കോംപ്ലിമെൻ്ററി ആക്ടിവിറ്റീസാണ് അസിമിലേഷൻ, അക്കമഡേഷൻ എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് അസിമിലേഷൻ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഡ്യൂറിങ് അക്കമഡേഷൻ എന്താ സംഭവിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഡ്യൂറിങ് ദി ടൈംസ് ഓഫ് റാപ്പിഡ് കോഗ്നിറ്റീവ് ചേഞ്ച് ചിൽഡ്രൻ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിസെക്വിലിബ്രിയം ഓർ cognitive discomfort. And equilibration, another term we are going to learn is equilibration. Equilibration എന്ന് പറയുന്ന term പറയുന്നത് the back and forth movement between the equilibrium and disequilibrium. ഇക്ലിബ്രിയം ഉണ്ടാവുന്നു, ഡിസെക്ലിബ്രിയം കൊണ്ടാവുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനാണ് നമ്മൾ ഇക്ലിബ്രേഷൻ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് റിയലൈസിങ് ദാറ്റ് ന്യൂ ഇൻഫർമേഷൻ ഡസ് നോട്ട് മാച്ച് ദെയർ കറണ്ട് സ്കീംസ്, സോ ദേ ഷിഫ്റ്റ് ഫ്രം assimilation to accommodation. They shift from assimilation to accommodation. അപ്പോൾ അതായത് പുതിയതായിട്ട് വന്നൊരു നോളേജ് ഉണ്ടാവും അവിടെ കേട്ടോ. പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു നോളേജ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവരുടെ കറണ്ട് സ്കീമയിൽ മാച്ച് ചെയ്യുന്നില്ല. സോ ദേ ഷിഫ്റ്റ് ഫ്രം അസിമിലേഷൻ ടു അക്കമഡേഷൻ എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തൊരു പോയിന്റിൽ നമ്മളോട് പറയുന്നത്, ആഫ്റ്റർ മോഡിഫൈയിങ് ദെയർ സ്കീമാസ് ദേ മൂവ് ബാക്ക് toward assimilation, exercising their newly changed structures until they are ready to modify it again. ഓക്കെ, ആഫ്റ്റർ സ്കീമയിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, അസിമിലേഷൻ എന്ന് അവർ മൂവ് ബാക്ക് ചെയ്യാണ്, എന്നിട്ട് എക്സസൈസ് ചെയ്യുന്നു. ആൻഡ് ന്യൂലി ചേഞ്ച്ഡ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സിനെ അവർ എക്സസൈസ് ചെയ്ത്, ഇപ്പോൾ എവിടെ വരെ എക്സസൈസ് ചെയ്യും, അത് മോഡിഫൈ ചെയ്യാൻ റെഡി ആവുന്നത് വരെ അവിടെ എക്സസൈസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഓർഗനൈസേഷൻ? രണ്ട് പ്രോസസ്സായിരുന്നു പറഞ്ഞത്, അഡാപ്റ്റേഷനും ഓർഗനൈസേഷനും. അഡാപ്റ്റേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് ഓർഗനൈസേഷനാണ്. എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇന്റേർണലി ഇൻ വിച്ച് ഫോം ന്യൂ schemes, rearrange them, linking them with other schemes to create a strongly interconnected cognitive system.
and through organization schemes are also changed. For example, we can say dropping എന്നതിൽ നിന്ന് നമുക്ക് ഈ കുട്ടികൾക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ത്രോയിങ് എന്നൊരു സ്റ്റേജിൽ വരും. ആദ്യം അവരെ കയ്യിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് പോവായിരുന്നു ഒബ്ജക്റ്റ്. അവിടെ നിന്ന് പിന്നെ അത് പതുക്കെ അവർക്ക് എറിയാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ഒരു ചേഞ്ചസ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് നമ്മൾ പറയുന്നത്. സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇന്റേണലി. The process of organization occurs internally, in which form new schemas, and the formed schemas are rearranged. Okay, in which form new schemes, rearrange the schemas and linking them with other schemas, and by linking the new schemas to other schemas, we are creating a strongly interconnected cognitive system, that is organization. ഓക്കെ, നമ്മളെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്ന സ്കീമയെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്കീമയും പുതിയ സ്കീമ നമുക്കിത് വന്നു. ആ പുതിയ സ്കീമയെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു പഴയ സ്കീമയുമായിട്ട്. അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുള്ളതാണ് ഓർഗനൈസേഷനിൽ പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ വാട്ട് ഹാപ്പൻഡ്, സ്കീമാസ് ഓൾസോ ചേഞ്ച്. സോ നിങ്ങൾ ഇവിടെ ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞ ഡ്രോപ്പിങ്ങിൽ നിന്ന് നമ്മൾ ത്രോയിങ്ങിലേക്ക് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് വന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. So according to Jean Piaget, schemas truly reach equilibrium when they become part of a broad network of structures that can be jointly applied to the surrounding world. Schemas truly reach equilibrium when they become part of broad network of structures that can be jointly applied to the surrounding world. Then we are talking about sensorimotor stage. This is the first stage of cognitive development of Piaget. ആൻഡ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ദ സ്പാൻ ഓഫ് ദിസ് സെൻസറി മോട്ടോർ സ്റ്റേജ് ഫസ്റ്റ് 2 years ഓഫ് ലൈഫാണ്. നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് 2 years ആണ് നമ്മൾ പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പേര് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടോഡ്ലേഴ്സ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കണ്ണുപയോഗിച്ച്, അവരുടെ ഐസ് ഉപയോഗിച്ച്, അവരുടെ ഇയേഴ്സ് യൂസ് ചെയ്ത്, ഹാൻഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെ അവർ ചിന്തിക്കുകയാണ്. അതായത് അവരുടെ സെൻസറി എക്സ്പീരിയൻസിലൂടെയാണ് അവർ കൂടുതലും ഇവിടെ അറിയുന്നത് കാര്യങ്ങൾ. സോ അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ആക്ടിവിറ്റീസിനെ മെൻ്റലി ക്യാരി ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യും, ഈ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജസിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് മെൻ്റലി ക്യാരി ചെയ്യാൻ പറ്റാത്തൊരു ഏജാണ് 2 years എന്ന് പറയുന്നത്. സിംപിളി നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് 2 years ഓഫ് ലൈഫാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫൻസും ടോഡ്ലേഴ്സും അവരുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് തിങ്ക് ചെയ്യുന്നത്. ആൻഡ് പിയാഷെ ഈ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജസിനെ 6 സബ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് റിഫ്ലെക്സീവ് സ്കീമാസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് primary circular reactions, and third stage secondary circular reactions, and fourth one coordination of secondary circular reactions, and fifth one is tertiary circular reactions and mental. Sixth one is mental representations. So Piaget divided the sensory motor stages into 6 substages. The substages are reflexive schemas, primary circular reactions, secondary circular reactions, coordination of secondary circular reaction, and tertiary circular reaction, and the sixth one is mental representation. Okay, അപ്പോൾ ഇതാണ് നമുക്കിനി പറയാനുള്ളത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം, സെൻസറി മോട്ടോർ സ്റ്റേജസിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വൺസ് അഗെയിൻ താങ്ക് യു.